ഇപ്പോൾ അടൂർ പ്രകാശ് ചില ഫോട്ടോകളുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കലുണ്ടായി, ചോദ്യം ചെയ്യലുണ്ടായി. അത് വലിയ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല ശിവൻകുട്ടി മന്ത്രി നിരന്തരം ആ പാടി ഗാനം മാറ്റിപ്പാടുന്നത് പോറ്റിയെ കയറ്റിയത് ആരപ്പ, അത് കോൺഗ്രസ് ആണ് അയ്യപ്പ. പക്ഷേ ഇപ്പോഴത്തെ കുറ്റപത്രം കൊടുത്തില്ല. ബലൂണിലെ കാറ്റ് പോകുന്നത് പോലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ആവിയായി പോവുകയാണോ ഈ കേസ്? ഇപ്പോൾ എൻ വാസു എന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇപ്പോഴത്തെ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ കണക്കുകളിൽ പൊരുത്തക്കേടുകൾ വരുന്നു. ഒരു ഭാഗത്ത് കാട്ടുന്ന ആവേശം ഈ സത്യം മറന്നേക്കി പുറത്തു വരുന്നതിൽ, വിശ്വാസികളെ ബോധ്യപ്പെടുന്നതിൽ അതിൽ നഷ്ടമായി പോകുന്നുണ്ടോ? അല്ല, ഇപ്പോ ജതീഷോ വസന്തോ ഞാനോ മറ്റാരെങ്കിലുമോ ഇക്കാര്യത്തിൽ ഹൈക്കോടതി പ്രകടിപ്പിച്ച നിലപാടിന് മേലെ പറക്കാൻ ഒരധികാരവുമില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ആൾക്കാരങ്ങനെ ജാമ്യത്തിൽ പോകുന്നതുകൊണ്ട് ഒരു തരത്തിലും പ്രശ്നം ഉണ്ടാവില്ല എന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടും എന്നും ഉറപ്പ് നൽകുന്ന ആരാണ്? ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണെന്നേ. അതിന് മുകളിൽ എന്താണ് അധികാരം? ബാക്കിയുള്ള ആൾക്കാർക്ക് അതിന് മുകളിൽ പറക്കാൻ അധികാരം വല്ലതും ഉണ്ടോ? ഒരു അധികാരവും ഇല്ല. പിന്നെ രാഷ്ട്രീയമായ ആരോപണം, അതിനെ വാലും തുമ്പുമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഖണ്ഡിതമായി പറഞ്ഞൊരു നിലപാടുണ്ട്. ആ നിലപാടിലാണ് ആൾക്കാർ ജാമ്യം വാങ്ങി സ്വാഭാവിക ജാമ്യം, നോർമൽ ബെയിൽ കിട്ടി പുറത്തു പോകുന്നതുകൊണ്ട് ഈ കേസിന് ഒരു അപകടവും ഉണ്ടാകാൻ പോകുന്നില്ല, കുറ്റവാളികൾ കൃത്യമായി ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞ ആ ഉറപ്പിലാണ് വിശ്വാസം. പിന്നെ മറ്റൊന്ന്, ഈ ആഗോള അയ്യപ്പ സംഘം ഒരു ട്രേഡ് ഫെയർ അല്ല നടത്തിയത്. ഒരു ട്രേഡ് ഫെയർ നടത്തിയിട്ട് അതിന്റെ റിട്ടേൺസ് കൊണ്ട് ബാക്കി കടം വാങ്ങിച്ച തീർത്തോളം എന്നുള്ള എഗ്രിമെന്റ് ആരോടും വെച്ചിട്ടൊന്നുമില്ല. അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ പിന്നെ ശബരിമലയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എങ്ങനെ ആകണം പിന്നെ ഷോക്കേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഗോളാണ് മുമ്പോട്ട് വെച്ചത്. അതിന് അതിൻ്റെതായിട്ടുള്ള സെഷൻസ് ഉണ്ടായിരുന്നു. ആ സെഷൻസ് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് അതൊന്നും പറയുന്നില്ല. ഇതെല്ലാം വ്യക്തതയോടുകൂടി നമ്മുടെ മുമ്പിലുള്ളതാണ്. പിന്നെ അതിന്റെ കണക്കുകൾ സമർപ്പിച്ചതാണോ ഉള്ള പ്രശ്നം. ഇത് പരിഹരിക്കാൻ സമയം ഹൈക്കോടതി തന്നെ അടുത്ത ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ന് സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടും ചെന്നിട്ടുണ്ട്. ഒരുപാട് സ്പെഷ്യൽ കമ്മീഷണർ ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഓഡിറ്റർ റിപ്പോർട്ടിന് വെള്ള ചെന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ. അതും ഇരിക്കുന്നു. ഇപ്പൊ വെറുതെ ഒരു സാധനം കിട്ടിയാൽ ഉടനെ ചാടി പിടിച്ചോണ്ട് ഇതാ പറഞ്ഞ് ഹൈക്കോടതി ഇപ്പം പറഞ്ഞു നിങ്ങൾക്ക് രാജിവെച്ച് പോകാൻ ആണില്ല, നിങ്ങൾക്ക് ഇരിക്കാൻ എന്നൊക്കെ ചോദിക്കുന്നതിനകത്ത് അത് വെറും പൊളിറ്റിക്കൽ ഡിമാൻഡിങ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം അത്തരം ഡിമാൻഡിങ്ങിലല്ല ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ ഇരിക്കുന്നത് എന്നുള്ളത് ഈ കേസ് ശ്രദ്ധിക്കുന്ന ആൾക്ക് മനസ്സിലാവും. അത് ആ പ്രേക്ഷകർക്ക് വ്യക്തമായി ശരി, അതുകൊണ്ടായിരിക്കാം അങ്ങനെ വളരെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇതാണ് യാഥാർത്ഥ്യമെന്ന് കണക്കാക്കേണ്ടതില്ല എന്ന നിലപാടിന്റെ തുടർച്ചയായിട്ടായിരിക്കാം ഒരുപക്ഷെ പത്മകുമാറിനെതിരെ പാർട്ടി നടപടിയെടുക്കാത്ത കുറ്റപത്രം വരട്ടെ എന്ന് കാത്തിരിക്കുന്നു. ഇപ്പോൾ സ്വാഭാവിക ജാമ്യത്തിൽ അഞ്ചാമത്തെ ആൾ എൻ വാസു ഉൾപ്പെടെ അഞ്ചാമത്തെ ആൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അതിനിടയിലാണ് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട വളരെ 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 പ്രധാനപ്പെട്ട ക്രമക്കേടുകൾ നടന്നു എന്ന് സംശയം ഉന്നയിക്കുന്ന തരത്തിലുള്ള ഇപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം, ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടാകുന്നത്.